ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടൽ ഡിഫ്രാക്ഷൻ്റെ കേസിൽ ഒരു സോൺ പ്ലേറ്റ് നമ്മൾ പെൻഡിങ് ഉണ്ടായിരുന്ന ഒരു പോർഷനാണ്. ഈ സോൺ പ്ലേറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സോൺ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലേറ്റ്. ഇറ്റ്സ് എ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലേറ്റ് ഹാവിംഗ് ആൾട്ടർനേറ്റീവ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപാക് സോൺസ്. സോ ഇറ്റ്സ് എ പ്ലേറ്റ് സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് പ്ലേറ്റ് ഹാവിംഗ് ആൾട്ടർനേറ്റീവ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപാക് സോൺസ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ കോൺസെൻട്രിക് സർക്കിൾസ്, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ കോൺസെൻട്രിക് സർക്കിൾസ് ആർ ഡ്രോൺ ഓൺ എ വൈറ്റ് പേപ്പർ. അതെങ്ങനെ വരയ്ക്കുന്ന അതിൻ്റെ റേഡിയായി വിൽ ബി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് സർക്കിൾ represents the first zone. So see this first circle represents the first zone, and the annular ring between the first and second circle represents the second zone. Like that, this annular ring represents, this dark portion represents the second zone, and so on. അപ്പോൾ ഈ ഓഡ് നമ്പർ ആയിട്ടുള്ള സോൺസ് 1, ഫസ്റ്റ് 1, തേർഡ് 1, ഫിഫ്ത്ത് 1 അങ്ങനെയുള്ളത് ദാറ്റ് ആർ കവേർഡ് വിത്ത് ബ്ലാക്ക് ഇങ്ക്. ആൻഡ് ഈ ഇത് വരച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ പോർഷനുകൾ ഡാർക്ക് ഈ ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള സോണുകളെ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് നിങ്ങൾ കവർ ചെയ്തതിന് ശേഷം ഒരു റെഡ്യൂസ്ഡ് ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഓൺ എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. ഒരു പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റിൻ്റെ മേലെ ഈ ഫസ്റ്റ്, സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് അങ്ങനെ ഓഡ് നമ്പർ ഒറ്റമായിട്ടുള്ള സോണുകളെ നമ്മൾ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് കവർ ചെയ്യുകയും റെഡ്യൂസ്ഡ് ഫോട്ടോഗ്രാഫ് എടുക്കുകയും ചെയ്യുന്നു ഓൺ എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. സോ ദ റിസൾട്ടിങ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഈസ് കാൾഡ് പോസിറ്റീവ് സോൺ പ്ലേറ്റ്. സോ ഇറ്റ്സ് എ ഫോട്ടോഗ്രാഫിക് ട്രാൻസ്പെറൻസി ഷീറ്റ് പോലെ ഉണ്ടാവും. അതൊരു നെഗറ്റീവ് ഫിലിം, നമ്മൾ പണ്ട് എടുക്കുന്ന നെഗറ്റീവ് ഫിലിം കണ്ടിട്ടില്ല ക്യാമറയിൽ, അതേപോലെ ഒരു ഫിലിമിൽ ഉള്ള പോലെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക് ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ഒരു പ്ലേറ്റ് കിട്ടും. ഇതിനെ പറയുന്ന പോസിറ്റീവ് സോൺ പ്ലേറ്റ്, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സ്, നിങ്ങൾ ഇപ്പം നമ്മൾ ബ്ലാക്കിംഗ് കൊണ്ട് കവർ ചെയ്തത് ഓഡ് നമ്പേർഡ് സോൺസ് ആയിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ടത് നെഗറ്റീവ് സോൺ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ റെഡ്യൂസ്ഡ് ഫോട്ടോഗ്രാഫ് എടുക്കേണ്ടത് ഇരട്ട അല്ലെങ്കിൽ ഈവൻ നമ്പേർഡ് സോൺസിനെയാണ് നമ്മൾ ബ്ലാക്കിംഗ് കൊണ്ട് കവർ ചെയ്യേണ്ടത് ബിഫോർ ടേക്കിംഗ് എ റെഡ്യൂസ്ഡ് ഫോട്ടോഗ്രാഫ് ഓൺ എ പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. സോ ഇൻ ദാറ്റ് കേസ് ദിസ് ഈസ് കാൾഡ് നെഗറ്റീവ് സോൺ പ്ലേറ്റ്. സോ നമ്മളതിന് ഒരു ഡെഫിനിഷൻ പോലെ പറയുകയാണെങ്കിൽ പോസിറ്റീവ് സോൺ പ്ലേറ്റ് ഈസ് എ പ്ലേറ്റ് ഇൻ വിച്ച് ഓഡ് നമ്പേർഡ് സോൺസ് ആർ transparent to light and even numbered zones will cut off the light. That means even numbered zones will be opaque and odd numbered zones will be transparent. In negative zones of, it's like a plate in which the even numbered zones are transparent and the odd numbered zones are opaque. ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് നോക്കാം. പോസിറ്റീവ് സോൺ പ്ലേറ്റ് ആണെങ്കിൽ ഫോർ എ പോസിറ്റീവ് സോൺ പ്ലേറ്റ് the resultant amplitude at the image point P will be R is equal to R1 plus R3 plus R5 അങ്ങനെ ഓഡ് നമ്പേർഡ് ആംപ്ലിറ്റ്യൂഡുകൾ കൂടിയതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്. ദിസ് ഈസ് ബിക്കോസ് ഫോർ എ പോസിറ്റീവ് സോൺ പ്ലേറ്റ് ഓഡ് നമ്പർ സോൺസ് ആർ ട്രാൻസ്പെറൻറ്റ്. ഓഡ് നമ്പർ സോൺസ് ആർ ട്രാൻസ്പെറൻറ്റ്. സോ വി ആർ ആഡിങ് ദ ഓഡ് നമ്പർ സോൺസിൻ്റെ ആംപ്ലിറ്റ്യൂഡുകളാണ് നമ്മൾ കൂട്ടുന്നത്. ഇനി നെഗറ്റീവ് പ്ലേറ്റിൻ്റെ കേസിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദ ഇമേജ് പോയിന്റ് P will be R is equal to minus R2 plus R4 plus R6. അതായത് ഓഡ് നമ്പേർഡ് സോൺസിൻ്റെ ഇൻറ്റൻസിറ്റി അതിൻ്റെ സമ്മിൻ്റെ നെഗറ്റീവാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഫോർ എ നെഗറ്റീവ് സോൺ പ്ലേറ്റിൻ്റെത്. അതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ രണ്ട് കേസിലും ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാണ്. ഏതൊരു കേസ് ആംപ്ലിറ്റ്യൂഡ് ദർഫോർ ഇൻറ്റൻസിറ്റി ആർ ഇനോർമസ്ലി ഇൻക്രീസ്ഡ്. ബോത്ത് intensity and amplitude are increased in both this case. ഇനി ഇതിൻ്റെ തിയറി പാർട്ട് നോക്കാം. ഇത് ഇപ്പം നമ്മൾ കണ്ടത് എന്താണ് സോൺ പ്ലേറ്റ് എന്നുള്ളതാണ്. സോൺ പ്ലേറ്റിൻ്റെ തിയറി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എസ് ഉണ്ട്. കൺസിഡർ എ മോണോക്രോമാറ്റിക് സോഴ്സ് ഓഫ് ലൈറ്റ് എസ് ദാറ്റ് ഈസ് എമിറ്റിംഗ് സ്ഫെറിക്കൽ വേവ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. ഇറ്റ്സ് എമിറ്റിംഗ് സ്ഫെറിക്കൽ വേവ്സ് ഓഫ് വേവ് ലെങ്ത് ലാംഡ. സോ ദിസ് ഡയഗ്രാം ഷോസ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദി സോൺ പ്ലേറ്റ്. Let this point P be a point on the screen at which we have to find the intensity. Both these points S and P are on the axis of the zone plate at a distance A and B respectively. This from the axis നിന്ന് A എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ എസും B എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ P എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. P എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി R1, സ്മോൾ R1, സ്മോൾ R2, സ്മോൾ R3, സ്മോൾ R up to സ്മോൾ Rn
be the radii of first, second, third അങ്ങനെ nth സോൺ വരെയുള്ള റേഡിയസ് നമുക്ക് സ്മോൾ r1, സ്മോൾ r2 അപ് ടു സ്മോൾ rn എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം SO plus OP, SO plus OP is equal to A plus B. There is no doubt in that. SO plus OP is equal to A plus B. Next one, SM1 plus M1P. SM1 plus M1P is equal to A plus B. അതിൻ്റെ കൂടെ ഒരു λ/2 ഉണ്ടാവും. This is because we have found that the waves reaching at P from successive zones. ഈ ഓരോ സോണിൽ നിന്ന് വരുന്ന വേവ്സ് ഇവിടെ എത്തുന്നത് ഇറ്റ് ഈസ് ഹാവിങ് എ പാത്ത് ഡിഫറൻസ് λ/2. അപ്പോൾ ഇവിടെ നിന്ന് ഇയാൾ വരുന്ന പോലെയല്ല ഇയാൾക്ക് λ/2 പാത്ത് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ കൂട്ടുമ്പോൾ ഇയാൾക്ക് 2 λ/2 ഉണ്ടാവും, ഇയാൾക്ക് 3 λ/2, M3യിലേക്ക് എത്തുമ്പോൾ 3 λ/2 ഉണ്ടാവും. അങ്ങനെ സക്സസീവ് സോൺസിൽ നിന്ന് പാത്ത് ഡിഫറൻസ് λ/2 ആയതുകൊണ്ട് തന്നെ നമുക്ക് SM1 പ്ലസ് M1Pനെ A പ്ലസ് B ഇൻറ്റു λ/2, അതേപോലെ SM2 പ്ലസ് M2P ആണ് എടുക്കുന്നതെങ്കിൽ A പ്ലസ് B പ്ലസ് 2 ഇൻറ്റു λ/2 ഉണ്ടാവും. അങ്ങനെ ജനറൽ ആയിട്ട് ഇതാണെങ്കിൽ SMN പ്ലസ് MNP ആണെങ്കിൽ A പ്ലസ് B N λ/2 ഉണ്ടാവും. ഇക്വേഷൻ നമ്പർ 1 നോക്കുക. ഇനി നമുക്കറിയാം SMN ഇസ് ഈക്വൽ ടു SO സ്ക്വയർ പ്ലസ് OMN സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 ആണ് പൈതഗോറസ് തിയറം പ്രകാരം. സോ SMN ഇസ് ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് RN സ്ക്വയർ ഹോൾ റൈസ് ടു 1/2. SO എന്ന് പറഞ്ഞാൽ ഇതാ, SO എന്ന് പറഞ്ഞാൽ A ആണ്, OMN എന്ന് പറഞ്ഞാൽ RN ആണ്, OMN. അതായത് ഇത് റേഡിയസ് RN, R1, R2, സ്മോൾ R1 മുതൽ RN വരെ നമ്മൾ പറഞ്ഞു റേഡിയ ഓഫ് ദി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ് അങ്ങനെ സോണിന്റെ റേഡിയസ് ആണ്. അപ്പോൾ RN നമുക്ക് ഇവിടെ എഴുതാം. ഇനി MNP is equal to PO സ്ക്വയർ പ്ലസ് OMN സ്ക്വയർ, MNP ഇൻറ്റു ഇതിൽ നിന്ന് Pയിലേക്കുള്ള ഡിസ്റ്റൻസ് PO ഇതാ ഈ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ PO സ്ക്വയറും OMN സ്ക്വയറും കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി MNP കിട്ടാൻ. MNPനെ നമുക്ക് അപ്പോൾ B സ്ക്വയർ, ഇവിടെ A സ്ക്വയർ വെച്ചിട്ട് ചെയ്ത പോലെ നമുക്ക് ഇവിടെ B സ്ക്വയർ പ്ലസ് RN സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 കിട്ടി. ഈ ഇക്വേഷൻ നമ്പർ 2ഉം 3ഉം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ 1ന് ഒന്നും കൂടെ മാറ്റിയതാണ്. കാരണം ഇവിടെ SMN, ഈ SMN ഇങ്ങനെയും കിട്ടി, MNPക്ക് ഇവിടെ B സ്ക്വയർ പ്ലസ് RN സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 കിട്ടി കഴിഞ്ഞാൽ നമുക്ക് യൂസിങ് ഇക്വേഷൻസ് 2 and 3 we can write equation number 1 as A square plus RN square all raised to 1/2 plus B square plus RN square all raised to 1/2. അതിനെ നമുക്ക് രണ്ടിൻ്റെയും കൂടെ ഇക്വേഷൻ 1 എന്തായിരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് A പ്ലസ് B പ്ലസ് N λ/2, റൈറ്റ് ഹാൻഡ് സൈഡിൽ A പ്ലസ് B N λ/2. സോ ഇതിൽ നിന്ന് എനെ പുറത്തേക്ക് എടുത്ത് നമുക്ക് ഒരു A സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ പുറത്ത് വരുമ്പോൾ അത് റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ A ആയി, ഇവിടെ 1 ഉണ്ടാവും പ്ലസ് RN സ്ക്വയർ ബൈ ഇവിടെ ഒരു A സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഓൾ റൈസ് ടു 1/2. ഇതിൽ നിന്ന് B സ്ക്വയറിനെ പുറത്തെടുക്കുന്നു, അപ്പോൾ ഇവിടെ 1 ആവും, ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ ഒരു B സ്ക്വയറും കൂടെ വരും. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയാം, ഇനി നമുക്കിതിനെ നമ്മുടെ ബൈനോമിയൽ അപ്രോക്സിമേഷൻ ഉപയോഗിച്ചിട്ട് 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു N എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 പ്ലസ് NX ആണല്ലോ അപ്രോക്സിമേഷൻ. ബൈനോമിയൽ അപ്രോക്സിമേഷൻ പ്രകാരം വെൻ എക്സ് ഈസ് വെരി വെരി സ്മോളർ ദാൻ 1 ആകുന്ന കേസിൽ, വെൻ എക്സ് ഈസ് വെരി വെരി സ്മോളർ ദാൻ 1 ആകുന്ന കേസിൽ ഇവിടെ നമുക്കത് സ്മോൾ ആണ്, RN സ്ക്വയർ ബൈ 2B അല്ലെങ്കിൽ RN സ്ക്വയർ ബൈ A സ്ക്വയർ ആണ് നമ്മുടെ എക്സ്. ഇവിടെ 1 പ്ലസ് എക്സ് ഓൾ റൈസ് ടു N ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പ്ലസ് NX എന്നുള്ള ബൈനോമിയൽ അപ്രോക്സിമേഷൻ പ്രകാരം നമുക്കിതിനെ we can write it as A into 1 plus RN square by 2A square എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ 1/2 പോവുകയും ഇങ്ങനെ ഒരു ഫോർമുല നമുക്ക് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറെ രീതിയിൽ എഴുതാം. എനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് RN സ്ക്വയർ ബൈ 2, ഒരു എയും കട്ട് ചെയ്താൽ 2A പ്ലസ് ഇതിനെ B ഉള്ളിലേക്ക് എടുത്താൽ B പ്ലസ് RN സ്ക്വയർ ബൈ 2B സ്ക്വയറും ഈ ബിയും കൂടെ പോയാൽ 2B ഉണ്ടാവും, ഈസ് ഈക്വൽ ടു A പ്ലസ് B N λ/2 എന്ന് കിട്ടും. അല്ലെങ്കിൽ RN സ്ക്വയർ is equal to 1/A, അത് കാർട്ടീഷ്യൻ 1/A RN സ്ക്വയറിന് ഇൻറ്റു 1/A പ്ലസ് 1/B is equal to N λ എന്ന് കിട്ടും. അല്ലെങ്കിൽ 1/A പ്ലസ് 1/B is equal to N λ ബൈ RN സ്ക്വയർ എന്ന് എഴുതാം. ഈ RN സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെ കിട്ടും. ഇക്വേഷൻ നമ്പർ 4 എന്ന് എഴുതാം. ഇനി ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവേർഷൻ പ്രകാരം നമ്മുടെ A നെഗറ്റീവും B പോസിറ്റീവും ആണ്. A നെഗറ്റീവാണ്, B പോസിറ്റീവാണ്. അപ്പോൾ ഇത് നേരെ തലം മറിഞ്ഞിട്ടും 1/A മൈനസും 1/B പ്ലസും. അപ്പോൾ ഈ 1/B മൈനസ് 1/A എന്ന് പറയും. ഇതിൽ നമുക്കിങ്ങനെ എഴുതിക്കൂടാ, ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതി നോക്കുക. നമ്മൾ
അടുത്ത സ്റ്റെപ്പിൽ 1 by b minus 1 by a is equal to 1 by rn square by n lambda. ആ n lambda ഒന്നുമില്ല, മുകളിൽ ഉണ്ടായിരുന്ന n lambda നമ്മൾ താഴെ കൊണ്ടുവന്നതാണ്. rn square by n lambda എന്ന് എഴുതിയതാണ്. അത് ഇക്വേഷൻ നമ്പർ 5 എന്ന് എഴുതുക. ദിസ് ഈസ് വെരി സിമിലർ ടു ദ ലെൻസ് ഇക്വേഷൻ. ഈ ലെൻസ് ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, 1 by v is equal to 1 by u is equal to 1 by f. സോ അതേപോലെയാണ് 1 by b minus 1 by a is equal to 1 by some quantity, means this can be equated to 1 by f. So f is what is f? ഇതന്നെ ഈ താഴെയുള്ള ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആൾ rn square by n lambda എന്ന് കിട്ടും. ഇത് by comparing this with the lens equation. This is the equation number 7. So here f is called principal focal length of the zone plate. Not the point. F is called principal focal length of the zone plate. So in this case, zone plate acts as a converging lens. That means for a different half period zones, n will be different. Hence f will also be different. F will also be different for different wavelengths. So zone plate has number of foci depending on the number of zones and wavelengths. So note this point, f is called the principal focal length of the zone plate. Zone plate act as a converging lens. For different half period zones, n will be different, hence small f will be also different. F is different for different wavelengths. Therefore zone plate has a number of foci depending upon the number of zones and wavelength. Zones മാറുന്നതിന് wavelength മാറുന്നതിനനുസരിച്ച് ഒരു സോൺ പ്ലേറ്റിന് തന്നെ ഒരു നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഫോസൈ ഉണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ ഫോസൈ ഉണ്ട്, അത് നമുക്ക് കാണാം. എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫോസൈ ഒരു സോൺ പ്ലേറ്റ് ഉണ്ടാകുന്നത് കാണാം. അതിന് മുമ്പായിട്ട് ചെറിയൊരു ക്വസ്റ്റ്യനുള്ള ആൻസർ, വാട്ട് ഈസ് ദ കമ്പയർ ബിറ്റ്വീൻ സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കുറേ സിമിലാരിറ്റി ഉണ്ട്, കുറേ ഡിസിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് നോക്കാം. ആദ്യം നമുക്ക് മൾട്ടിപ്പിൾ ഫോസൈ ഓഫ് സോൺ പ്ലേറ്റ് പറയാനുണ്ട്. അതിനുമുമ്പ് ഇത് പറഞ്ഞിട്ട് ഞാനിന്ന് നിർത്തിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൺ പ്ലേറ്റിൻ്റെ മൾട്ടിപ്പിൾ ഫോസൈ കുറിച്ചും അതേപോലെ ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റ് എന്താണെന്നും സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്നുള്ള ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് എന്നുള്ള പോയിന്റിലേക്കെല്ലാം നമുക്ക് ഈ 3 കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. മൾട്ടിപ്പിൾ ഫോസൈ ഓഫ് എ സോൺ പ്ലേറ്റും അതേപോലെ ഫേസ് റിവേഴ്സൽ സോൺ പ്ലേറ്റും, പിന്നെ ഇതിൽ നമുക്കൊരു കാര്യം കൂടെ ഉള്ളത് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് എന്താണെന്നുള്ളത്. ഈ 3 കാര്യമാണ് അടുത്ത വീഡിയോയിലുള്ളത്. നമുക്ക് ഈ ഒരു ചെറിയ വീഡിയോയിൽ സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് എ സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വേവ് ലെങ്ത്. നമ്മളിപ്പോൾ കണ്ടതാണ് സോൺ പ്ലേറ്റിൻ്റെ ഫോസൈ അത് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്. അതേപോലെ തന്നെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വേവ് ലെങ്ത്. സോ ഇറ്റ്സ് ബോത്ത് ഷോസ് എ ക്രൊമാറ്റിക് അബറേഷൻ. ക്രൊമാറ്റിക് അബറേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോൺ പ്ലേറ്റിൻ്റെ കേസിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1 by lambda. ദാറ്റ് മീൻസ് എഫ് ഓഫ് ആർ റെഡിൻ്റെ ഫോക്കൽ ലെങ്ത് വെരി സ്മോൾ കമ്പയർഡ് ടു വയലറ്റിൻ്റെ വേവ് ഫോക്കൽ ലെങ്ത്, because lambda of r is greater than lambda of violet. കോൺവെക്സ് ലെൻസിന്റെ കേസിൽ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലാംഡ. അപ്പോൾ ഇതിന്റെ നേരെ തലമറിച്ചാണ് എഫ് ഓഫ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് വി. ഇനി വേറെ ഒരു സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ഫോർമുല കണക്ടിങ് കോൺജുഗേറ്റ് ഡിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് സോൺ പ്ലേറ്റ് ആൻഡ് കോൺവെക്സ് ലെൻസ് ആർ സിമിലർ. ഫോർ എക്സാമ്പിൾ ലെൻസിന് നമുക്കറിയാം 1 by v is equal to 1 by u is equal to 1 by f. 1 by v minus 1 by u is equal to 1 by f. സോൺ പ്ലേറ്റിന്റെ കേസിൽ 1 by b minus 1 by a is equal to 1 by f. Therefore 1 by f നമുക്കറിയാം 1 by f നമ്മൾ കണ്ടുപിടിച്ചു n lambda by rn square ആണ്. അങ്ങനെയുള്ള ഒരു ഫോർമുല രണ്ടിൻ്റെ കേസിലും സിമിലർ ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ സിമിലാരിറ്റി. ഇനി വേറൊന്ന്, സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും ബോത്ത് ഫോംസ് റിയൽ ഇമേജ് ഓഫ് എൻ ഒബ്ജെക്ട് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ഒബ്ജെക്ട്. ബോത്ത് ഫോംസ് എ real image of object in the opposite side of the object. Okay. The last one, the formula for linear magnification for a zone plate is similar to that of a lens. What are the dissimilarities between this zone plate and convex lens? The zone plate, unlike convex lens, has multiple foci, but convex lens has only one focus. ഒരു പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് കോൺവെക്സ് ലെൻസിൽ ഉണ്ടാവുമെങ്കിൽ സോൺ പ്ലേറ്റിന് ഒരുപാട് ഫോസൈ, നമുക്ക് മൾട്ടിപ്പിൾ ഫോസൈ ഉണ്ടാവും. അടുത്ത് കോൺവെക്സ് ലെൻസ്
For a convex lens, rays reaching the image point have the same optical path, while in case of a zone plate, the path difference between the waves reaching reaching the image point from two successive transparent zone is lambda. നമ്മൾ കണ്ടതാണ് ലാംഡ ബൈ ടു ഓരോ ടു സക്സസീവ് ഓരോ ഇതിന്ന് ലാംഡ ബൈ ടു ഫേസ് ഡിഫറൻസ് നമ്മൾ കണ്ടതാണ്. അതേപോലെ ഇവിടെ നമുക്കത് ട്രാൻസ്പെറൻറ്റ് സോൺസ്, രണ്ട് ട്രാൻസ്പെറൻറ്റ് സോൺസ് എന്ന് പറഞ്ഞാൽ രണ്ട് സോൺ കഴിയണം, ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു ഒപ്പാക്ക്, അങ്ങനെ ടു സക്സസീവ് ട്രാൻസ്പെറൻറ്റ് സോൺ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. മറ്റതിൽ ലാംഡ ബൈ ടു ആണ് അടുത്തടുത്തുള്ള രണ്ട് ആൾക്കാർ തമ്മിൽ. പക്ഷേ ഇത് ഈ പോയിന്റ് സക്സസീവ് ട്രാൻസ്പെറൻറ്റ് സോൺസ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു ഡിസിമിലാരിറ്റി, intensity of the image formed by the zone plate is less than that of formed by the lens. Zone plate ഉണ്ടാക്കുന്ന ഇമേജിന്റെ ഇന്റൻസിറ്റി ഇറ്റ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഇമേജ് ഫോംഡ് ബൈ ദി ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഇതാണ് സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഫേസ് സോൺ പ്ലേറ്റ് എന്താണെന്നും അതേപോലെയുള്ള ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് പോലെയുള്ള കാര്യങ്ങൾ, അതേപോലെ എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫോസൈൽ സോൺ പ്ലേറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു വീഡിയോയും കൂടെ നമുക്ക് പറയേണ്ടത്. ഇതൊരു